മറ്റ് വണ്ടികളൊന്നും വരാത്തൊരു ഫീച്ചറാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അതായതെന്ന് വെച്ചാൽ നമുക്കൊരു 7,49,000 കിട്ടുന്ന ഒരു വണ്ടിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് ഇൻബിൽഡ് നാവിഗേഷൻ. നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേന്ന് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററോട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. കാരണം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേയിൽ നമുക്ക് നാവിഗേഷൻ്റെ ഫീച്ചേഴ്സ് നല്ല നമുക്ക് നാവിഗേഷൻ അങ്ങോട്ട് നോക്കാം. നമുക്ക് ഈ മീറ്റർ നോക്കി തന്നെ നമുക്കറിയാൻ പറ്റുന്നതാണ്. അത് വളരെ ഒരു ഹൈലൈറ്റ് ഫീച്ചറാണ്. പെയർ കൊടുത്തു. അപ്പോൾ പെയർ കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണുമായിട്ട് കണക്റ്റ് ആയി. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് നാവിഗേഷൻ്റെ ആ ഒരു ഫോൺ ഇങ്ങോട്ടാകുന്നത്. അപ്പോൾ ഓൾറെഡി റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് കണക്റ്റിംഗ് എന്ന് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നാവിഗേഷൻ സെലക്ട് ചെയ്യുക. നാവിഗേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നാവിഗേഷൻ ഇവിടെ വരുന്നതാണ്. ഇനി നമുക്കത് ഫുൾ സ്ക്രീനായിട്ട് വരാം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഞാൻ എടുത്ത് പറഞ്ഞ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് നാവിഗേഷൻ നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് വരുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഈ ഒരു എൻ്റർ പോലത്തെ ആ ഒരു ബട്ടൺ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കത് ഫുൾ സ്ക്രീനായിട്ട് വരുന്നതാണ്. അത് മറ്റ് വണ്ടികളിലൊന്നും വരാത്ത ഒരു ഫീച്ചറാണ്. അതാണ് ഞാൻ അതിനകത്ത് ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് നാവിഗേഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് നോക്കുന്ന നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും വരുന്നതാണ്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതാണ് പറഞ്ഞത്. മറ്റ് വണ്ടികളിലൊന്നും വരാത്ത ഒരു ഫീച്ചറാണ്. നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ട്. അപ്പോൾ നമുക്ക് രണ്ടിടത്തും ഈ ഒരു നാവിഗേഷൻ കിട്ടുന്നതാണ്. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ ഇങ്ങോട്ട് വരുന്നതാണ്. ഇവിടുന്ന് ഓൾറെഡി നമുക്ക് ഇവിടെ ഞാൻ നിൽക്കുന്നത് വെച്ചാൽ പത്തനംതിട്ടയിലാണ്. ഇവിടുന്ന് തിരുവല്ലയിലോട്ട് ഒരു റൂട്ട് സെറ്റ് ചെയ്തു. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ സെർച്ച് നാവിഗേഷൻ വരുന്നതാണ്. ഇപ്പോൾ കണ്ടു ഇതിനകത്ത് ഇവിടെ റൂട്ടൊക്കെ കാണിച്ചു. ഈ ഒരു ബേസ് വേരിയൻറ്റ് ഇത് AX5 പെട്രോൾ മാനുവൽ വേരിയൻ്റ് ആണ്. ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേരിയൻറ്റിൽ പല ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. സൺറൂഫ് വരുന്നുണ്ട്. ഇതിന് വരുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 12,70,000. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതിൽ മറ്റൊരു വണ്ടികളിലും വരാത്തൊരു ഫീച്ചറാണ് ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം. നമുക്കിത് ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം ഇവിടുത്തെ ഡിസ്പ്ലേ നമുക്ക് ഇവിടെയും വരുന്നതാണ്. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ്. അതുപോലെ നമുക്ക് സൺറൂഫും വരുന്നുണ്ട്. ഫുൾ പാനറോമിക് അല്ല, ബട്ട് സൺറൂഫ് വരുന്നുണ്ട്. ഈ ഒരു 12 lakhs റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു XUV 3XOയുടെ X5 പെട്രോൾ മാനുവൽ വേരിയൻറ്റ്.